ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് റാങ്ക്ഡ് മാച്ചാണ്. അപ്പോൾ കുറേ നാളെ നെക്സ്റ്റ് മാപ്പൊക്കെ കളിച്ചിട്ട് അപ്പോൾ ഏതായാലും ഡൗൺലോഡാക്കി കളിച്ചാണ്. അപ്പോൾ സംഭവം നെക്സ്റ്റ് മാപ്പ് തന്നെ കിട്ടി. ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഗരീനെ എപ്പോഴും അതെ ഈ മാപ്പ് തന്നെ കൊണ്ട് തരാം. അത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത മാപ്പാണ്. അങ്ങനെ എന്നിട്ട് പിന്നെ ഏതായാലും കളിക്കാൻ ഒരു ഇത് തോന്നിയുകൊണ്ട് മാത്രമേ ഡൗൺലോഡ് ആക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇറങ്ങിയ സ്ഥലത്താണെങ്കിൽ ഒരു എനിമിനെയും കാണാനുണ്ട്. അപ്പോൾ ഏതായാലും വിചാരിച്ചു ഏതായാലും ലൂട്ട് അടിച്ചിട്ട് ലൂട്ട് സെറ്റാക്കിയിട്ട് പോയി അടിക്കാൻ വെച്ചാൽ ഏതായാലും ഇനി ലൂട്ട് അടിക്കാണ്ട് ഇനി പോയി കഴിഞ്ഞ് അടിയിട്ട് ചാവണ്ടല്ലോ. അങ്ങനെ ഇവിടുത്തെ ഫുള്ള് ലൂട്ട് എടുത്ത് നമ്മൾ ചാർജർ ഡ്രോപ്പിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇവിടുത്തെ ഇപ്പോൾ സ്വാഭാവികം ഇവിടെ എനിമിനെ കാണാനില്ല. അങ്ങനെ ഞാനാണ് ഡ്രോപ്പ് എടുത്ത് ലെഫ്റ്റിക്ക് പതുക്കെ പോയപ്പോൾ സ്പൈ പറഞ്ഞ ആൾസനക്കിട്ട് അവിടെ എനിമി ഉണ്ടെന്ന്. അപ്പം നേരെ അങ്ങോട്ടേക്ക് ഇപ്പോൾ സത്യം അവിടെ എനിമി ഉണ്ട്. അപ്പം നമ്മൾ നേരെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് നേരെ പോയി. അവിടെ നിന്ന് ആരാണ്ട് ലോഞ്ച് പേഡ് പിടിച്ച് പറന്ന് വന്നതാണ്. അപ്പം ഞാനാണ് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ മുന്നിൽ ഒരുത്തനെ കണ്ടല്ലോ. അവനെ നേരെ അടിക്കാൻ വെച്ച് മോക്കത്തേവ്. അപ്പോഴാണ് അവൻ്റെ ഫുൾ സ്കോഡാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് പിടിച്ചടിക്കണേ. അപ്പം പിന്നെ ഏതായാലും അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ചാവെന്ന് ഉറപ്പേ. അപ്പോൾ എന്തായാലും വെച്ച് ഒന്ന് ഹീൽ ചെയ്തിട്ട് ജസ്റ്റ് കയറിച്ച് നടിക്കാനുള്ള ഒരു പ്ലാനില്ല. മുന്നോട്ട് നോക്കിയപ്പോൾ അവന്മാർ അവിടെ തന്നെ നിൽക്കണം. എനിക്കാണ് ആഴ്ചൻ്റെ കൂടെ ബഗ് അടിച്ച്. അപ്പം തന്നെ ഇവിടെ നിന്ന് ചാടി നോക്കണേ. ഇവനെങ്ങാനും എന്നെ പിടിച്ചടിച്ചാലോ അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പോഴാണെങ്കിൽ ഒരുത്തനാണെങ്കിൽ അവിടെ നോക്കിട്ടെ. അപ്പോൾ ഏതായാലും റഷ് ചെയ്യാൻ ചടിച്ചപ്പോൾ അവന്മാർ വിടണില്ല. അവന്മാർ പിന്നെ അടിക്കണം നമ്മളെ. അപ്പോൾ ഓർന്നിട്ട് ഏതായാലും നമ്മളെ കണ്ണാ പിന്നെ ഞാൻ പൊക്കി വിട്ടങ്ങട്. അത് കഴിഞ്ഞ് മറ്റവനാണ് വിടണില്ല. അവനെ അടിക്കാൻ തന്നെ നോക്കി. അവൻ അവസാനം തലടിച്ച് പൊട്ടിച്ച് സോണിയാക്കി. പിന്നെ നോക്കിയാൽ ഒരു ചെറിയൊരു ബോഡിയും കൊടുത്ത് നോക്കിട്ട് പിന്നെ എന്ത് ഫിനിഷ് ചെയ്ത് അങ്ങോട്ട് നേരെ. ഇനിയിപ്പോൾ ഏതായാലും അവൻ്റെ ടീമിൽ 3 പ്ലേയേഴ്സ് അവിടെ ഉള്ളു. അപ്പോൾ ഏതായാലും ഇവൻ്റെ ലൂട്ട് നൈസായി അടിച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്ന് അവന്മാരടിക്കാൻ വേണ്ടി. ഒരുത്തനാണ് ആ ഗ്ലൂവിൻ്റെ ഇടയിൽ അടിക്കണമെങ്കിൽ അടിയും കൊള്ളല്ല. അവസാനം ഞാൻ നേരെ സ്കോപ്പ് ചെയ്ത് എൻ്റെ പെട്ടക്ക് 2 അടിയുണ്ട്. കറക്റ്റ് അടി കൊണ്ടോടെ അല്ലെങ്കിൽ ആ ഗ്ലൂ ആളുമ്പോൾ തന്നെ കൊണ്ടേ. പിന്നെ അവർ നേരെ കില്ല് ഫിനിഷ് ചെയ്ത് തലക്കടിച്ച് ജസ്റ്റ്. അപ്പോൾ ഈ മുന്നിൽ നിന്ന് എനിക്ക് വേറെ അടിയിട്ട് ഇവന്മാർ ഇത്ര ചാവൂലേ തീരൂലേ. അവനാണെങ്കിൽ ചെറിയ അടി എടുത്തിട്ട് അവനാണെങ്കിൽ നേരെ വിട്ട് ബാക്കിക്ക്. ഏതായാലും ഇവിടെ നിന്ന് അവന് പണിയാവുന്ന അവനറിയാം. ഞാനൊന്നും നോക്കിയില്ല. വണ്ടറ പിന്നിലൊക്കെ നോക്കി അവനെ കാണാനുണ്ടായില്ല. അപ്പം അങ്ങോട്ട് ഇപ്പോൾ അവിടെ ഫയറിങ്ങിൻ്റെ സൗണ്ട് നോക്കിയപ്പോൾ മരത്തിൻ്റെ സൈഡിൽ അവൻ നിൽക്കുക. ഇവിടെ വെച്ച് എനിക്ക് പ്രാന്താണ്. ഞാനാണ് ഇവിടെ കിടന്ന് കറങ്ങി കളിക്കണം. അവസാനം എൻ്റെ കയ്യിൽ വിട്ടക്കിടന്ന് വെറുതെ ഡ്രാഗ് ചെയ്തപ്പോൾ അത് കൊണ്ടില്ല. അപ്പം നേരെ ലെഫ്റ്റിലേക്ക് ഒന്ന് പോയിട്ട് വെറുതെ ചാടുന്ന് വെറുതെ അടിച്ചു നോക്കിയാണ്. അത് നേരെ വൺ ടൈപ്പ് ഉണ്ട്. അവൻ നോക്കായി അവിടെ. ഏതായാലും നേരത്തെ അടിച്ചതിൻ്റെ വൺ ടൈപ്പല്ല ഈ വൺ ടൈപ്പാണ് കയറിയത്. ഇവിടുത്തെ ഫുൾ എനിമീസ് ക്ലിയർ ആയി നോക്കിയപ്പോൾ സ്പൈക്ക് അവിടെ നടി. അപ്പോൾ അവൻ അടിച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുത്തുള്ളൂ. ഒരു 68 ആ കില്ലും കിട്ടി. ആ സ്കോഡ് ഇപ്പം അങ്ങോട്ട് നടന്നു. ഏതായാലും ഇവിടുത്തെ എനിമീസ് ഫുള്ള് ക്ലിയർ ആയി. അപ്പോൾ അടുത്ത സ്ഥലത്ത് പോയപ്പോൾ മുന്നിലടുത്തിന് ഓടി വരും. ഞാൻ വുഡ്പക്കറിച്ചാണെങ്കിൽ ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കിയിട്ട് ഹെഡും കയറില്ല, ഫുള്ള് ബോഡിക്കണം. അവനപ്പം തന്നെ ക്രോണോട്ട് തന്നെ അടിക്കാൻ പോയി. പിന്നെ ഡ്രാഗ് ചെയ്ത് പിന്നെ തലക്കല്ല. ഇതെന്ത് പറ്റി ഞാൻ വെച്ചു നേരത്തെ കൊണ്ടപ്പോൾ ഇത് ഇപ്പം എന്നെ ചതിക്കണേ വെച്ച്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇത്തിരി നേരം ഹോൾഡ് ചെയ്ത് 2 പ്രാവശ്യം അവനൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റിയായിരിക്കും. ഇതിന് അടിക്കാൻ നോക്കിയിട്ടാണ് ഫുള്ളടി റീകോളായി പോണ്. അങ്ങനെ എല്ലാം കൽപ്പിച്ച് മുന്നോട്ട് വന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് മുന്നിൽ നിന്ന് വേറെ അടി. ഏതായാലും ഇവനടിക്കാൻ പറ്റില്ല തോന്നി. അപ്പോഴാണ് കയ്യിൽ ബോംബുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഒന്ന് നോക്കിയില്ല, 2 ബോംബൊക്കെ എടുത്ത് കയ്യിൽ നേരെ കുക്ക് ചെയ്ത് പിടിച്ച്. ഒന്നാമത് പെറ്റിൻ്റെ എബിലിറ്റില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി പൊട്ടെന്ന് വെച്ചാൽ കറക്റ്റ് അങ്ങോട്ട് പൊട്ടി 210 പോയി അവൻ നോക്കെ. അടുത്ത ബോംബിൽ അവൻ കില്ലും ഫിനിഷ്. അപ്പോഴാണ് സ്പൈ അവിടെ പിന്നീട് നോക്കാവുകയും ചെയ്തു. അവനെ പൊക്കാനാണെങ്കിൽ ഓടി അങ്ങോട്ട് ചെല്ലിയിരുന്നു. ഒന്നാമത് സോണും വന്നുകൊണ്ട് സ്പൈ തൊട്ടെടുത്ത് കയ്യത്ത ദൂരത്ത് നോക്കായി കിടന്ന്. ഏതായാലും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. മുന്നിലാണ് 2 ആളുകൊണ്ട് എനിക്കാണ് കവറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെ നല്ല അടിയില്ല. അപ്പോൾ ഞാൻ ലോഞ്ച് ബേഡൊക്കെ എടുത്തിട്ട് അവരെടുത്ത് ഏതായാലും ഇതിൽ ആരോ ഇതിലേക്ക് അവർ പറഞ്ഞിട്ട് അപ്പോൾ നേരെ വീടിൻ്റെ ബോളിൽ തന്നെ കറക്റ്റ് കിട്ടി. ഇനി ഒന്നും നോക്കാനില്ല. ഞാൻ മര പിടിച്ചടിക്കാൻ നോക്കിയപ്പോൾ 2 അതിൻ്റെ ഉള്ളിലുണ്ട്. ലാസ്റ്റ് ഒരുത്തനെ അടിക്കാൻ നോക്കി അവന് ചെറിയൊരു അടിയും കൊണ്ട് റീക്കോലും കൊണ്ട് 113 കയറി. അപ്പോൾ റെഡ് ഗ്രീനുണ്ട്. ഏതായാലും ഞാൻ അടിക്കേണ്ട മെഡ് അടിച്ചിട്ട് തന്നെ അടിക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലൊന്നില്ല, ഞാൻ കൊല്ലുന്നവരെ ഡ്രാഗ് ചെയ്തപ്പോൾ അവൻ്റെ പെട്ട കയറി അവൻ്റെ ഒക്കെ. ഇനിയുള്ളവൻ്റെ ടീമിൽ ഒരുത്തൻ അവനെയും തലക്കടിച്ച് 163 ഒറ്റുണ്ടൊക്കെ അവനും നോക്കെ. ഏതായാലും ആ 1v2 കംപ്ലീറ്റ് ആയി. ഏതായാലും സ്പൈൻ അടിച്ചല്ലേ. ഏതായാലും ഒരു ചെറിയൊരു റിവെഞ്ച് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ഏതായാലും ഇനി ഇവിടെ നിന്ന പ്രശ്നമെന്ന് വെച്ചാൽ സോണി നല്ല ഡാമേജ് ആണ്. ഞാൻ പെട്ടെന്നാണ് ഈ സോണിക്ക് കയറി. അപ്പോഴാണ് ഇവിടെ ഫുള്ള് ആ മഞ്ഞ സ്കാനറിലൊക്കെ ഇവിടെ ഫുള്ള് എനിമി. മുന്നിൽ ഒരുത്തന്നെ വുഡ്പക്കറിച്ചവനും 2 പടം കൊടുത്തു. അപ്പോൾ തന്നെ ടീമേറ്റ് അവനെ കൊന്ന്. എനിക്ക് കിട്ടുമെന്ന് വെച്ചിട്ടില്ല, പക്ഷെ കിട്ടിയില്ല. എന്ത് ചെയ്യാൻ, യോഗമില്ല എന്ന് പറയാം. ഞാൻ മെഡടിച്ച് മുന്നിൽ നോക്കിയപ്പോൾ അവിടെയും ഒരു സ്കോഡം കണ്ടാണെന്ന് തോന്നുന്നത്. ഞാനപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ദൈവത്തെ മുന്നിപ്പോയി അവരെ പിടിച്ച് 1 ടൈപ്പ് അടിക്കാൻ 1 ടൈപ്പ് പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും അവൻ ഇനി എന്നെ പടയ്ക്കാണെങ്കിൽ ഞാൻ പോകില്ല. അതുകൊണ്ട് ഞാൻ അവനെ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ബാക്കിൽ നിന്ന് അവൻ്റെ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിട്ടില്ല. ഞാൻ നേരെ അവിടെ കയറി അങ്ങോട്ട് കുത്തിപ്പിടിച്ച് നോക്കിയപ്പോൾ എൻ്റെ ടീമേറ്റ് അവനെ നോക്കിയിട്ട്. അപ്പോൾ അതിന് മുന്നിൽ എടുത്തുമ്പോൾ അവനെ അടിക്കാൻ നോക്കിയാൽ അവനെ സ്പൈ നോക്കിയിട്ട്. എന്ത് പറയാനാ, 2 കില്ലും പോയി. എങ്ങനെയും ഒരു കില്ലെങ്കിലും എടുക്കാന്ന് വെച്ചാണ്. അതിന് പോലും സമ്മതിക്കില്ല. എന്ത് പറയുന്നിട്ട് അവൻ പറഞ്ഞാണ് ഞാൻ വെറുതെ തോണ്ടി കൊടുത്താണെന്ന്. തല പൊട്ടിയ നമ്മൾ മാത്രമല്ലേ കണ്ടുള്ളൂ. ഏതായാലും പോട്ടെ വെച്ച് 2 കില്ലല്ലേ പോയുള്ളൂ. അപ്പോൾ സോണിക്കാരാൻ നോക്കിയപ്പോഴെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ വീഴിഞ്ഞ മുകളിലൊക്കെ ആൾക്കാർ ഇക്കിട്. ഇനി ഏതായാലും അങ്ങോട്ട് പോകണമെങ്കിൽ സീനാന്ന് വെച്ചാൽ. അപ്പോൾ ഞാനാണെങ്കിൽ ബ്ലൂ ഇൻഹേലർ ഇല്ല, അതങ്ങോട്ട് അടിച്ചിട്ട് നേരെ അങ്ങോട്ട് ഓടി. അപ്പോഴും അടി കിട്ടണ്ടായിരുന്നു. ഏതായാലും ഞാനൊരു ഗ്ലൂട്ടറാണെങ്കിൽ ഇനി മിസൽ ഫുൾ നോക്കി റൈറ്റിൽ എടുത്ത് പോകണം. അവനെ മോക്കവും കത്തണം. അവൻ അടിച്ചപ്പോഴെങ്കിൽ സ്കൈലർ ടീം മണ്ടം പിടിച്ചിട്ട്
ഇവൻ എന്നെ കൊന്നിട്ടേ പോകുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവനെ അടിക്കാൻ വേണ്ടി സ്കോപ്പ് ചെയ്തപ്പോൾ അവനാണെങ്കിൽ തല പോലും പുറത്തിടല്ലേ കള്ള. അപ്പോൾ സൂപ്പർമാർക്കറ്റ് അടിക്കാനൊന്നും നിന്നില്ല, നേരെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് നേരെ ഗ്ലൂട്ട് അങ്ങോട്ട് കയറി. ആ റൈറ്റിലുള്ള മണ്ടനാണെങ്കിൽ അടിച്ചില്ല, പക്ഷേ ലെഫ്റ്റിലുള്ളമാരാണെങ്കിൽ വിടണം ഞങ്ങളുടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനത് കാര്യമാക്കില്ല. അവനെ ഞാൻ പിടിച്ചടിച്ചപ്പോൾ വേറൊരുത്തൻ ബാക്കി വന്നിരുന്നു. അപ്പം തന്നെ പെട്ടെന്ന് ഞാൻ ഒരു സൂപ്പർമാർക്കറ്റ് അടിക്കാതെ വെച്ചു. അപ്പം ഒരു ധീരൈനർ മാത്രമേ മെഡ് അടിച്ചാൽ ഈ സാധനം കയറുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഓടി. മൂവ്മെൻറ്റ് സ്പീഡും കിട്ടണല്ലേ. എൻ്റെ മുകളിൽ നിന്ന് അടിച്ചവനാണ് ഞാൻ കിടന്ന് തപ്പി കിടക്കണം. പക്ഷെ അവനാണെങ്കിൽ ഒരു രക്ഷയില്ല, അവനാണെങ്കിൽ അടിയൊക്കെ ഇറങ്ങണമില്ല, കാണൂല. അപ്പം ഞാൻ ഫുട്പാക്കർ പിടിച്ച് അങ്ങോട്ട് നോക്കും, മുന്നിൽ വേറെ എടുത്ത മോനെ. അപ്പോൾ ഇതിൽ പെട്ടെന്ന് ഓടിയിട്ട് അവനെ ലെഫ്റ്റിൽ നിന്ന് അടിക്കാൻ വെച്ചാൽ അവന് 2 പടം കൊടുത്തപ്പോൾ അവൻ കവറിൽ കൂടി രക്ഷപ്പെട്ട് കള്ളൻ. എൻ്റെ ടീമേറ്റിന് തൊട്ട് ബാക്കിലുണ്ടായി, പക്ഷെ അവൻ അപ്പം തന്നെ കില്ല് കുമ്മനടിച്ച്. എന്ത് പറയാനാ, മോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് പ്രാന്തല്ലേ. അപ്പം അവിടെ നിലത്തൊരു നോക്ക് ഇട്ടേ. അപ്പം അങ്ങനെ അത് അടിച്ച് എനിക്കൊരു ഫ്രീ കില്ല് കിട്ടി. മുന്നിൽ ഫയറും കണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ബാക്കിൽ നിന്നാണ് നല്ലടി. എൻ്റെ വെസ്റ്റാണ് അവൻ ഡാമേജ് ആക്കി 1 ടാപ്പ് അടിക്കാനത് കൊണ്ടില്ല. അപ്പം തന്നെ റഷ് ചെയ്ത് വന്ന് അപ്പം തന്നെ ഊറിനിട്ട് എല്ലാ സൈഡിൽ നിന്നും അടി. പിന്നെ ഏതായാലും ഇവിടെ നിന്നാൽ പ്രശ്നമാണെന്ന് തോന്നിയൊരു ഗ്ലൂട്ട് ബോൺഫയർ ഇട്ട് പോകാന്ന് വെച്ച് ബോൺഫയർ ഇട്ടതും പിന്നീട് അവൻ കുത്തി പിടിച്ചങ്ങോട്ട് ഇട്ട് തന്നെ. ഇവനെ അവസാനം ഞാൻ റിവെഞ്ച് കൊടുക്കുന്നുണ്ട്, അത് നോക്കി വെച്ച് നിങ്ങൾ. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ വിസാഡാണെങ്കിലോ കഷ്ടപ്പെട്ട് ലോജോ അടിച്ച് എല്ലാവരും അടിക്കാറ് തടക്കരുത്. അപ്പോൾ ജഗ്ഗളാർക്കടുത്ത് പ്രഷർ കൊടുക്കരുത്, പൊക്കട അവനൊരു കില്ല് അതിൻ്റെ ഇടയിൽ കിട്ടി. ഇവനാണെങ്കിൽ പൊക്കൂലെന്ന് വെച്ചാൽ അവൻ അത്ര നല്ല അടി കൊടുക്കും. ഇനി ഈ ഒരു ഒറ്റ അടിയിട്ട് ഇപ്പോൾ കളി പോയിന്ന് വെച്ച് കഴിയുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ സൂപ്പർമാർക്കറ്റ് അടിച്ച് ഞങ്ങൾ പ്രഷർ കൊടുത്തോണ്ട് എടാ പൊക്കട കളി കളയല്ലേ, നമുക്ക് ഈ കളി ബൂയി അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവനാണെങ്കിൽ ഒന്നും നോക്കില്ല, ഗ്ലൂട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയി. ഇനി ഞാൻ ചത്താലും കുഴപ്പമില്ല, ഫ്ലാഷ് ഇട്ട് നിങ്ങളെ പൊക്കിയിട്ട് ഇനി കാര്യമില്ല. അപ്പോഴും ഉമ്മനും നല്ല അടിയിട്ടുണ്ട്, അടി കിട്ടി നോക്കി ഞങ്ങളവൻ പൊക്കി ഇട്ട് അങ്ങനെയുണ്ട്. അപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ കിട്ടിയത്. ഞാനാണെങ്കിൽ അടിക്കറി കവർ പിടിക്കാന്ന് വെച്ചാൽ അടിക്കിറങ്ങിയപ്പോഴെങ്കിൽ ഇറങ്ങിയത് തന്നെ 10 ലൈഫാക്കി ഒരു വങ്കന്മാർ പിടിച്ചിട്ട്. ഇനി വിചാരിച്ച് കളി കിട്ടൂല, 10 ലൈഫ് ഉറപ്പായി ഞാൻ ചത്തുന്നു. അപ്പോഴാണ് എൻ്റെ കയ്യിലൊരു സാധനം കിടക്കുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ അവർക്കും എന്നെ അടിക്കാൻ വലിയ എനിക്കാണ് കട്ട ലൂട്ടും കിട്ടും. വേറെ ഗണ്ണൊന്നും കിട്ടൂല, കുറേ സൂപ്പർ കിട്ടും. അപ്പോൾ ഏതായാലും ഞാനാണെങ്കിൽ സൂപ്പർമാർക്കറ്റ് അങ്ങോട്ട് അടിച്ച്. ഏതായാലും ലോങ്ങിക്ക് അടിക്കാനും ഇട്ടില്ല. അപ്പോൾ ഏതായാലും ഇവിടെ തന്നെ നിൽക്കാതെ വെച്ചാൽ അവർ റഷ് ഇടുമ്പോൾ ഇഞ്ച് അടിക്കാനേ ഉപയോഗമുള്ളൂ. അപ്പോൾ ചെറിയ ഡാമേജ് കൊടുത്തു 39 വെച്ചിട്ട്. അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, അവന്മാർ ജസ്റ്റ് ബീവറുടെ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുത്തെ സോൺ വരെ അവന്മാർ ഇങ്ങോട്ട് കയറി വന്നു. ഇനി എങ്ങനെയാലും അവർക്ക് സോണിക്കാരണം. ഇനി നമ്മുടെ കൂടെ ഞാൻ ഒന്നുമില്ല, UMP വെച്ചൊരു ഫുൾ റെഡും പിന്നെ ബോഡിയും കൊടുത്ത് അവനെ നോക്കിട്ട് അവനെ പൊക്കാനാണെങ്കിൽ മറ്റോൻ കയറുന്ന ഒന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് ചാടി വന്ന് അവനെ അങ്ങോട്ട് നോക്കിയെടുത്തിട്ട് എല്ലാവരും അവനെ കണ്ട അവനെ ഓർമ്മയുണ്ട്. അവനെന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ അടിച്ചിട്ടാണ് പിന്നീന്ന് സ്പൈനെ പൊക്കിയ സ്പൈഡ് ഓട്ടോറിവുണ്ട്. അപ്പോൾ അവനടിക്കാൻ വെച്ചപ്പോൾ അവനെ നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ആ കില്ല അങ്ങോട്ട് കിട്ടി അടിച്ചപ്പോൾ അത് എവിടെ നിന്നാന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഏതായാലും 3 പേരെ അങ്ങോട്ട് എടുത്തങ്ങോട്ട്. ഇനി 3 പ്ലേയേഴ്സുണ്ട്. അപ്പോൾ ഞാൻ ടീമേറ്റ് ഉണ്ട്, ഞാൻ ഈ 3 കില്ല് എടുക്കാമെന്ന് പറഞ്ഞ് ഒരുത്തൻ്റെ അടുത്ത് ക്രഷ് ചെയ്തപ്പോൾ ഒരുത്തൻ നെറ്റ് പോയാലും ഞാനപ്പോൾ M4 വെച്ച് വെറുതെ അടിക്കാൻ നിൽക്കുക. അവൻ പിടിച്ച് എന്നെ നോക്കി ആ കഴപ്പം അങ്ങോട്ട് തീർന്നു കിട്ടി. ഭാഗ്യത്തിന് കണ്ണാപ്പ ഒന്ന് നേരെ ഗ്ലൂ ഇട്ട് പൊക്കി, അവൻ്റെ പച്ച ഗ്ലൂ ആയിരുന്നു. ഏതായാലും ഈ കളി എടുക്കണം. സൂപ്പർമാർക്കറ്റ് അടിച്ച് നേരെ ഊറിന് റീലോഡാക്കി മെറ്റോനടിക്കാക്കി മെറ്റോൻ ചത്തവിടെ പെട്ടിയായി. എപ്പോഴാ പെട്ടിയായിരുന്നു ഒരു പിടിയില്ല, പക്ഷെ പെട്ടിയായി. മുന്നിലുള്ളവനെ കണ്ട അവൻ M4 അടിക്കാൻ അടി കൊണ്ടില്ല. അപ്പോൾ ഏതായാലും ഞാൻ അവൻ്റെ അടുത്ത് കയറിപ്പോയി അടിക്കുക. ചോർസീനൊക്കെ കിട്ടി. അങ്ങോട്ട് ഫുള്ള് കോൺഫിഡൻസ് അങ്ങോട്ട് UMP പിടിച്ച് അങ്ങോട്ട് നേരെ കയറിപ്പോയി ഒരൊറ്റ പടം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫുൾ റെഡ്, വേറെ ഒന്നും കത്തില്ല, ഫുൾ റെഡ്. അതുപോലെ ഓപ്പോസിറ്റ് ഉള്ളവന് കിട്ടാനിൽ വെച്ച് ഏറ്റവും വലിയ ഷോട്ടായിരിക്കും ഇപ്പോൾ കിട്ടാൻ പോണത്. അത് നിങ്ങൾ തന്നെ കണ്ടോ? അത് എങ്ങനെയുണ്ട് ഈ ഷോട്ട്? അണ്ടർ റേറ്റഡ് ഷോട്ടല്ലേ ഇത്? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുതിട്ടാ. UMP ഗോഡ് എന്ന് പറഞ്ഞിടാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത് ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ.